ശ്ലോകം 2. ഹംസഗീതം എന്ന് പ്രസിദ്ധമായ ഒന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ ഹംസഗീതമാണ് ഈ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സത്വോന്മേഷാൽ, സത്വഗുണം വർദ്ധിക്കുന്നുണ്ട്, അതിന് ഉന്മേഷം വരുന്നു, അത് വർദ്ധിക്കുന്നു. കഥാചിത് ഖലു, ചില സമയത്ത് വിഷയരസേ ദോഷബോധേവി, വിഷയങ്ങൾ അനുഭവിക്കുന്നതിൽ ദോഷം കാണാൻ സാധിക്കും. സത്വഗുണം വർദ്ധിക്കുമ്പോഴേ നമ്മളത് കാണുന്നത്. അയ്യോ, ഈ പണത്തിൻ്റെ പിന്നാലെ ഞാൻ അങ്ങനെ ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, എൻ്റെ ആവശ്യത്തിന് വേണ്ട പണം മാത്രം പോരെ. അങ്ങനെയാ എന്തിനായി ശരീരം തന്നിരിക്കുന്നത്? അത് ഭഗവാനെ ഭജിച്ച് നേടാനല്ലേ. ഞാൻ അതിന് ചെയ്യാതെ കണ്ട് പണം കൂട്ടി 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 ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ എന്ന ആ ബോധം വരും. വിഷയരസേ ദോഷബോധേവി, പല വിഷയങ്ങളും അനുഭവിക്കുന്നത് ദോഷമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. എങ്കിലും ഭൂയോവി, വീണ്ടും വീണ്ടും രജസ്തമസി, തമസി രജസി പ്രോദ്ധതേ, ഈ തമോ ഗുണം രജഗുണം അത്ര ഒന്നും പോവില്ല, വീണ്ടും വരും. ആരെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടാൽ മതി, അയാൾ പറയടോ എന്തിനാണ് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത്? സുഖിക്കാനാണ്, നേരാമണ്ണം സുഖിക്കടോ എന്ന് നമ്മളിതാവുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ എഴുത് വരും. അപ്പോൾ രജഗുണത്തിലേക്ക് നമ്മൾ വീണ്ടും ധനം ഉണ്ടാക്കാനും മറ്റു മാർഗങ്ങളിലേക്കായിട്ട് പോകും. അപ്പോൾ അങ്ങനെ തമസും രജസും വീണ്ടും കൂടി വരാൻ സാധ്യതയുണ്ട്. ഭൂയോപ്യേഷു പ്രവൃത്തി, അതിൽ പ്രവർത്തിക്കാൻ നമ്മൾ തുടങ്ങും. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രോദ്ധതേ, അതങ്ങനെ വർദ്ധിക്കും. ദുർനിവാര, നമ്മൾ എത്ര വിചാരിച്ചാലും തടുക്കാൻ സാധിക്കില്ല, തടുക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഇതാണ്. അപ്പോൾ എന്തു വരുന്നു? ഈ ചിത്തത്തിൽ ഈ 3 ഗുണങ്ങളും കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ 3 ഗുണങ്ങളും കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ചിത്തം എന്ന് പറയുന്നത് മനസ്സാണ്. ഗുണാശ്ച ഗ്രഥിതം, ഈ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സ് ഗുണം എന്ന് പറയുന്നത് വിഷയം, മനസ്സ് വിഷയത്തിലേക്ക് പോകുന്നു, വിഷയം മനസ്സിലേക്കും വരുന്നു. ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളോട് മധുരം കഴിക്കാൻ പാടില്ല പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലഡുവിനെ പറ്റിയോ ഗുലാബ് ജാമിനെ കുറിച്ചോ ഒരാളങ്ങ് പറയുമ്പോൾ ആ വിഷയം മനസ്സിലേക്ക് കടന്നു, ആ നാവിൽ വെള്ളം വരും. അതാണ് വിഷയം മനസ്സിലേക്ക് വന്നു. പിന്നെയോ അത് നമ്മൾ നേരിട്ട് കണ്ടു, അപ്പോൾ മനസ്സ് വിഷയത്തിലേക്കും പോയി. ചിത്തം താവത് ഗുണാശ്ച ഗതിതമിഹ, അപ്പോൾ മനസ്സ് വിഷയത്തിലും വിഷയം മനസ്സിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടേയിരിക്കണം. താനി സർവാണി രോധം, അത് മുഴുവൻ തടുത്തു നിർത്താൻ, തടയാൻ എന്താ മാർഗം എന്ന് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചു. അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. എന്താ കാരണം? രജോ ഗുണിയാണ്, വർദ്ധിച്ച രജോ ഗുണിയാണ്. സത്വഗുണിക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. ആ സമയത്ത് ഭഗവാൻ തന്നെ ഒരു ഹംസമായിട്ട് വരികയാണ്. ഹംസമായിട്ട് വന്ന സനകാദികൾക്ക് ഉപദേശിക്കുകയാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഗുണങ്ങൾ ഉള്ളതായ വിഷയങ്ങൾ മനസ്സിലേക്ക് വരും, മനസ്സ് വിഷയങ്ങളിലേക്ക് പോകും, അതിന് യാതൊരു സംശയമില്ല. ഇത് രണ്ടും ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഭഗവത് ചിന്ത വേണം. അതാണ് ഭഗവാൻ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതാണ് എത്രത്തോളം സത്വഗുണം നിങ്ങൾക്ക്
വർദ്ധിപ്പിക്കാമോ? ആ സത്വഗുണം വർദ്ധിപ്പിച്ച് ഭഗവാനിലുള്ള ഭക്തി ആണ്. കഴിഞ്ഞ ആദ്യ ശ്ലോകത്തിൽ അതാ പറഞ്ഞത്. ഉദ്വൃദ്ധേന സത്വേന ഭക്തിഭാവംഗതേന. സത്വഗുണം വർദ്ധിക്കുമ്പോഴേ ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സത്വഗുണം വർദ്ധിപ്പിക്കാമോ അത് വർദ്ധിപ്പിക്കണം. അതിൽ ഭഗവാനിലുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നർത്ഥം. ഭഗവാനിലുള്ള ഭക്തി നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. നാമജപത്തിലൂടെ, സത്സംഗങ്ങളിലൂടെ, സ്വാധ്യായങ്ങളിലൂടെ ഈ സത്വഗുണത്തിനെ മെല്ലെ മെല്ലെ വർദ്ധിപ്പിക്കണം. അതുമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ജീവന് മെല്ലെ മെല്ലെ ഈ സത്വഗുണത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് വീണ്ടും ഓർമ്മ വേണം. സത്വഗുണം വർദ്ധിക്കുന്ന ആ സമയത്ത് അത് രജഗുണത്തിനെയും തമോഗുണത്തിനെയും നശിപ്പിച്ച് സത്വഗുണം മാത്രമാവും. വീണ്ടും ആ ഭക്തി വർദ്ധിക്കുമ്പോൾ ആ സത്വഗുണം തന്നെ മാറും. വിറക് കത്തി കത്തി വിറക് തന്നെ മുഴുവൻ നശിക്കുന്ന പോലെ സത്വഗുണം മാറി ആ ഭഗവാനുമായി ഐക്യം പ്രാപിക്കാൻ സാധിക്കും. തുര്യേ ത്വയ്യേക ഭക്തി, തുര്യേ ത്വയ്യേക ഭക്തി. തുര്യത്തിലിരിക്കുന്ന അങ്ങയിൽ ഭക്തി. തുരീയം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ കിടന്ന് കറങ്ങുകയാണ്. വീണ്ടും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇവിടുന്ന് തുര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഭഗവാനെ ധ്യാനിച്ച് തുര്യത്തിലേക്ക് പോകണം. തുര്യേ ത്വയ്യേക ഭക്തി. തുര്യത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിന് സത്വഗുണം വർദ്ധിപ്പിച്ച് രജസ്തമോ ഗുണങ്ങളെ താഴ്ത്തി എത്രത്തോളം നശിപ്പിക്കാമോ നശിപ്പിച്ച് ആ തുര്യത്തിൽ നമ്മളിരിക്കണം. അതാണ് ഭഗവാൻ നിരന്തര ഭഗവത് ചിന്ത എന്ന് പറയുന്നതാണ്. നിരന്തര ഭഗവത് ചിന്ത. അപ്പോൾ നമ്മൾ തുര്യത്തിരിക്കുന്നു. അതിന് പല മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ധാരണ, ധ്യാനം, സമാധി മുതലായത് അഷ്ടാംഗയോഗത്തിൽ 4ാം അധ്യായത്തിൽ 4ാം ദശകത്തിൽ പറഞ്ഞു. ധാരണ, ധ്യാനം, സമാധി. ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിനെ ആശ്രയിച്ച് അതിലേക്ക് നോക്കി 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 ആ രൂപത്തിനെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതാണ് ധാരണ. ആദ്യം നോക്കി കണ്ണടച്ചു, ആ ഉറച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പം വീണ്ടും കിടന്ന് നോക്കണം. ധാരണ. അങ്ങനെ എത്ര കണ്ണടച്ചാലും മായാത്ത വിധത്തിലാവുമ്പോൾ നമ്മൾ ധ്യാനത്തിലെത്തി. അപ്പോഴേ ധ്യാനത്തിലെത്തിയുള്ളൂ. അതുവരെ ധാരണയിലാണ്. ആ ധ്യാനം നല്ലവണ്ണം പുരോഗമിക്കുമ്പോൾ സമാധി. ബുദ്ധി ആത്മാവിൽ പോയി ഉറച്ചിരിക്കുക. അതാണ് സമാധി. സമാധീയതേ ബുദ്ധി അസ്മിൻ ഇതി സമാധി. സമാധീയതയെ ഉറച്ചിരിക്കുന്നു. എന്ത്? ബുദ്ധി. ഏതിൽ? അസ്മിൻ, ആത്മാവിൽ. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൽ നമ്മുടെ ബുദ്ധി ഉറച്ചിരിക്കണമോ അതാണ് സമാധി. അതായത് ബുദ്ധിക്ക് വേറെ യാതൊരു ചിന്തയുമില്ല. അല്ലെങ്കിൽ ബുദ്ധി പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭഗവത് ചിന്ത മാത്രം. അങ്ങനെ ക്രമേണ നമ്മൾ തുര്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യും. തുര്യാവസ്ഥ, സമാധിയിലിരിക്കുന്നതായ അവസ്ഥ.
അവിടുന്ന് ഉണർന്നാൽ ജാഗ്രതയിലേക്ക്, വീണ്ടും തുര്യത്തിലേക്ക് പോകാൻ സാധിക്കും. മാതാമൃതാന്തമയെ ശ്രദ്ധിച്ചാൽ മതി. തുര്യത്തിൽ തന്നെയാണ് അമ്മ. 17-18 മണിക്കൂറാണ് ഒന്നിച്ച് ദർശനം കൊടുക്കുന്നത്. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും എഴുന്നേൽക്കില്ല. എങ്ങനെ സാധിക്കുന്നത്? ആ തുര്യത്തിലാണ് ഇരിക്കുന്നത്. നമുക്കും അത് സാധ്യമാണ്, നമ്മൾ ശ്രമിക്കുന്നില്ല. രജസ്തമോ ഗുണങ്ങളെ കഴിയുന്നത്ര ചുരുക്കി സത്വഗുണത്തിനെ വർദ്ധിപ്പിച്ച് ഒടുവിൽ ആ സത്വഗുണത്തിനെയും കളഞ്ഞ് ഈ തുരീയാവസ്ഥയിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. തുരീയാവസ്ഥയിൽ നമ്മളുടെ ജീവാത്മാവ് പരമാത്മാവുമായി ഒന്നിച്ചിരിക്കുന്നു. അതാണ് സമാധീയതയെ, ഉറച്ചിരിക്കുന്നു. ജീവാത്മാവ് ഉള്ളിലുള്ള പരമാത്മാവിൽ, അസ്മിൻ പരമാത്മാവ്, ആ പരമാത്മാവിൽ ഉറച്ചിരിക്കുന്നു. ആ സമാധി ഭഗവാൻ വിഷ്ണു എപ്പോഴും ആ സമാധിയിലാണ്. നമുക്ക് തോന്നും ഉറങ്ങുകയാണെന്ന് തോന്നും, അല്ല, സമാധിയിലാണ് ഇരിക്കുന്നത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം എവിടെയെല്ലാം നടക്കണമോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് കണ്ണ് തുറക്കേണ്ട ആവശ്യമില്ല, ഉൾക്കണ്ണുകൊണ്ട് എല്ലാം കണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹംസമായിട്ട് വന്ന് ഭഗവാൻ ഹംസമായിട്ട് വന്ന് ഈ അറിവ് കൊടുത്തു. അതായത് രജസ്തമോ ഗുണങ്ങളെ കുറച്ച് സത്വഗുണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ല മാർഗം ഭഗവാനിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുകയാണ്. ആ ഭക്തി കൊണ്ട് സത്വഗുണം നിൽക്കും. ആ സത്വഗുണം നമ്മളെ തുരീയത്തിലേക്ക് നയിക്കും എന്ന് ഹംസരൂപിയായ ഭഗവാൻ സനകാദികൾക്ക് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട് ഹംസമായിട്ട് വന്നു? ഹംസത്തിന് വെള്ളവും പാലും കലർത്തി വെച്ച് കൊടുത്താൽ വെള്ളത്തിനെ മാറ്റി പാലിനെ കഴിക്കാനുള്ള കഴിവുണ്ടത്രേ, നമുക്കറിയില്ല. അതുപോലെ ഈ ലോകം നിത്യവും അനിത്യവും രണ്ടും ചേർന്നതാണ്. നിത്യനായ പരമാത്മാവ്, അനിത്യമായ ജഡമായ ഈ ലോകം, ആ ജഡമായ ലോകത്തിനെ തള്ളി നിത്യനായ പരമാത്മാവിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഹംസമായിട്ട് വരാൻ കാരണം. ഇതിന് ഹംസത്തിന് ഹംസം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹംസഗീതം എന്ന് അതിന് പേര് നൽകിയിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ സാരമായിട്ടുള്ളതിനെ നേടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. സാരമായിട്ടുള്ളത് സത്വഗുണം മാത്രമാണ്, മറ്റതൊക്കെ നിസ്സാരമാണ്. അതിനെ കഴിയുന്നത്ര തള്ളണം. പക്ഷെ അതോടുകൂടി ചേർന്ന് കലർന്നിട്ടാണ് ഇരിക്കുന്നത്, അതിനെ തള്ളാൻ സാധിക്കണം. എപ്രകാരം അരയന്നം വെള്ളത്തിനെ തള്ളി പാല് മാത്രം കഴിക്കണോ, അതുപോലെ അനിത്യമായ ഈ സംസാരത്തിനെ തള്ളി നിത്യനായ ഭഗവാനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും ഈ തുര്യത്തിലേക്ക് ഇരിക്കാൻ, തുര്യത്തിലെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട എന്നല്ല, പക്ഷേ ആ വെറും ശാസ്ത്ര പഠനം കൊണ്ട് മാത്രം കാര്യമില്ല. ഏതിനെ ഉപാസിച്ചാലാണ് നമുക്ക് ഗുണമുണ്ടാവുക, അതിനെ ഉപാസിക്കണം. ശാസ്ത്രങ്ങൾ മുഴുവൻ ആർക്കും പഠിക്കാൻ സാധ്യമല്ല. അതാണ്
എത്രത്തോളം ശാസ്ത്രങ്ങളാണ്, വേദങ്ങൾ, ഉപനിഷത്തുകൾ, സ്മൃതികൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതൊക്കെ അനന്തമാണ്. അതുകൊണ്ട് ആചാര്യൻ ഒരു ശ്ലോകം തന്നെ അതുണ്ടാക്കിയിട്ടുണ്ട്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം. അനന്തശാസ്ത്രം, എത്രയും നമുക്ക് ശാസ്ത്രങ്ങളുള്ളതിന് കണക്കില്ല. 1180 ഉപനിഷത്തുകളുണ്ട്. എത്ര എണ്ണം പഠിക്കാൻ പറ്റും? ആചാര്യസ്വാമികൾ 10 എണ്ണം പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് തന്നെ സാധിക്കണില്ല. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം, അതിൽ നിന്നൊക്കെ വളരെയധികം നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അറിയാനുണ്ട്. പക്ഷേ നമുക്കതിനുള്ള സമയമില്ല. അല്പശ്ച കാലോ, നമുക്ക് കിട്ടിയിരിക്കുന്ന കാലം വളരെ കുറച്ചാണ്. ഭഗവാൻ തന്നിരിക്കുന്നത് 100 വയസ്സാണ്. പുരുഷ ശതായുഹു ഭാഗവതം പറയുന്നത് 100 വയസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കിട്ടണില്ല, പല കാരണങ്ങൾ കൊണ്ട്. ബഹവശ്ച വിഘ്നാഃ, ആ തന്നിരിക്കുന്ന കാലത്തിൽ തന്നെ അനേകം വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണു. ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കിട്ടിയ സമയത്തിനെ പാഴാക്കാതെ യത് സാരഭൂതം, ഏതാണോ സാരമായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രപഞ്ച ബ്രഹ്മാണ്ടത്തിലിരിക്കുന്നു. ബ്രഹ്മാണ്ടത്തിൽ അനിത്യമായ ഈ ജഗത്തുണ്ട്, നിത്യനായ ഭഗവാനുണ്ട്. അനിത്യമായ ജഗത്തിനെ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മനസ്സെപ്പോഴും അതിൽ പോകുന്നു, നിത്യനായ ഭഗവാനിലേക്ക് പോകുന്നില്ല. നിത്യനായ ഭഗവാനെ ഉപാസിക്കൂ. യത് സാരഭൂതം തദുപാസിതവ്യം. നിത്യനായ ഭഗവാനെ, ആ ഭഗവാൻ എവിടെ ഇരിക്കണു? എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണു. വേറെ എവിടെയും ഞാൻ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം, വെള്ളം കലർത്തിയ പാലിൽ വെള്ളത്തെ തള്ളി ഹംസം അരയന്ന എപ്രകാരം പാല് മാത്രം കുടിക്കുന്നുവോ അതുപോലെ അനിത്യവും നിത്യവുമായ ഈ ജഗത്തിൽ അനിത്യമായ ജഗത്തിനെ തള്ളി നിത്യനായ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കൂ. അതുമാത്രമാണ് സാരഭൂതം, സാരമായി ഭവിച്ചിരിക്കണേ. അതിനെ നമ്മൾ നേടണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുക. അതാണ് ഹംസം എന്ന് പറഞ്ഞത്. ആ സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കാൻ മാർഗം എന്താണ്? ഭഗവാനുള്ള ഭക്തി. ഭഗവാനുള്ള ഭക്തി. ആ ഭക്തിക്കുള്ള മാർഗങ്ങൾ എന്താണ്? വേണമെങ്കിൽ ഏതെങ്കിലും 1 or 2 ശാസ്ത്രം തിരഞ്ഞെടുത്തോളൂ, വിരോധമില്ല. വേണ്ട ശാസ്ത്രം മാത്രം, എല്ലാം ഒന്നും നോക്കാൻ പറ്റില്ല. ആ ശാസ്ത്രം തിരഞ്ഞ് അതിൽ പറയുന്നതായ കാര്യങ്ങളെ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അതാണ്. അഷ്ടാംഗയോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ആ 8 അംഗങ്ങളുള്ള അത് മതി. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. അപ്പോൾ ആ ഒരൊറ്റ ശാസ്ത്രം കൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. പിന്നെ ഭാഗവതം പറയുന്നു, തീർത്ഥജലങ്ങൾക്ക് വലിയ കഴിവുണ്ടെന്നാണ്. ഗംഗാതീർത്ഥം മുതലായ തീർത്ഥങ്ങൾ, ആ ജലങ്ങൾ സേവിക്കുന്നത് വളരെ നല്ലതാണ്. സ്നാനം ചെയ്യുന്നതും അത് സേവിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ജനങ്ങൾ സജ്ജനങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെടൂ. ദുർജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവരുത്. എന്നാൽ അവരോട് നമുക്ക് ദേഷ്യം ഉണ്ടാവാനും പാടില്ല.
അവരിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു മാറി നടക്കണം. എന്തുകൊണ്ട്? അവരുമായി ചേർന്നാൽ അവരുടെ ആ ഗുണം, രജസ്തമോ ഗുണം നമ്മളെ ബാധിക്കും. അതാണ്, അതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ദുർജനങ്ങളുടെ രജസ്തമോ ഗുണങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അവരുമായി അധികം ബന്ധപ്പെടാതെ, എന്നാൽ അവരോട് ദേഷ്യമില്ലാതെ കണ്ട്, അവരുടെ ആ ഗുണമാണ് അവരെ ഇങ്ങനെ ഈ വിധത്തിലാക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് അകന്ന് നടക്കാൻ, സജ്ജനങ്ങളുമായിട്ട് മാത്രം കൂട്ടുകൂടാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെയോ സ്ഥലം, കഴിയുന്നത്ര ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രമിക്കുക. മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കാതെ കണ്ട് ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന്റെ ശബ്ദം അങ്ങനെ കേൾക്കുക. അതിന് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ നാമം എന്തെങ്കിലും ജപിച്ചുകൊണ്ടിരുന്ന്, അതാണ് വിവിക്ത ദേശ സേവിത്വം എന്ന് പറയും. ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കി ഇരിക്കണം. ഒന്നിച്ചിരുന്നാൽ എന്തുണ്ട്? കലവല്ല കലവല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. യഥാ കുമാരിയ കങ്കണഹ, ഭാഗവതം. ഒരു കുമാരിക്ക് വിവാഹമെടുത്തിരിക്കുന്നു. ഭർത്താവ് വന്ന് കണ്ടിട്ടില്ല, വരൻ വന്ന് കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും കുട്ടിക്ക് വലിയ നല്ല സ്ഥിതിയിലല്ല, എങ്കിലും ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അന്നത്തെ ദിവസം ഈ വരൻ വേറൊരാളുടെ കൂടെ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. കുട്ടി ആവുപ്പാടെ പരിഭ്രമിച്ചു. ഒരു കസേര ഇരിക്കാൻ കൊടുക്കാനില്ല, പായിട്ട് കൊടുത്തു, ഇരിക്കാൻ പറഞ്ഞു. വന്നിരിക്കുന്നത് 11:30-12 മണിയുടെ അടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. കൂട്ടിട്ട് പോകാമെന്ന് പറയുമെങ്കിലും വേണ്ടേ. അമ്മ വരുമ്പോഴേക്ക് ചോറ് വെച്ചളയാ പറഞ്ഞ് കുട്ടി വേഗം പോയിട്ട് അരി നോക്കിയപ്പോൾ അതിൽ 1 മണി അരിയില്ല. എന്നാൽ നെല്ല് പുഴുങ്ങിയിട്ടുണ്ട്. അതിനെടുത്ത് കുത്താൻ തുടങ്ങി. കിണി ഇതാവുമ്പോഴേക്ക് കയ്യിൽ കഴിഞ്ഞ ആഴ്ച ഉത്സവമായിരുന്നു. ഇവിടം വരെ കുപ്പിവള കിണീം കിണീം എന്ന് ശബ്ദം വന്നു. നീ ശബ്ദം കേട്ടിട്ട് ഇവിടെ അരി പോലും ഇല്ലാത്തവരാണല്ലോ എന്ന് പറഞ്ഞ് ഇവർ പോകണ്ട എന്ന് പറഞ്ഞ് ഊരി വെച്ചു. 2 ആയപ്പോൾ 2 ഇല്ലാണ്ട് എങ്ങനെയാണ്? 2 ഇല്ലാതെ എങ്ങനെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കിണി ചെറിയ ശബ്ദം. ഒടുവിൽ 1 മാത്രമാക്കിയപ്പോൾ ശബ്ദമില്ല. അതാണ് വിവിക്ത ദേശസേവിത്വം. ഒറ്റയ്ക്കിരുന്നാൽ നമുക്ക് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാം. 2 പേരായാലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് സമയം. ഏറ്റവും നല്ല സമയം രാവിലെ ബ്രാഹ്മ മുഹൂർത്തമാണ്. കലികാലത്ത് എന്താ പറയുക, പണ്ടുള്ളവരൊക്കെ ആ സമയത്ത് എഴുന്നേറ്റിരുന്നവരാണ്. ഇന്നതില്ലാതായി കഴിഞ്ഞു. വളരെ താമസിച്ച് എഴുന്നേൽക്കുന്നവരാണ്. ഇപ്പോഴും എഴുന്നേൽക്കുന്നവരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ അപ്പം ചെയ്യുന്നതെല്ലാം ഉറയ്ക്കുമെന്നാണ് പറയുന്നത്. പഠിക്കുന്നതും എല്ലാം ഉറച്ചു കിട്ടാൻ നല്ലതാണ്. പിന്നെയോ കഴിയുന്നത്ര കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കണം. കഴിയുന്നത്ര എന്താ നമുക്ക് അനുഭവിക്കാനുള്ളത് അത് വരും. പിന്നെ അതിനുവേണ്ടി നമ്മൾ പൂജാതി കർമ്മം ചെയ്യുന്ന അർത്ഥമില്ല. പൂജ ചെയ്തോളൂ. എന്തിനു വേണ്ടി? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. അല്ലാണ്ട് എനിക്ക് ധനം ഉണ്ടാവാനോ കുട്ടികളുടെ സുഖക്കേട് മാറാനോ പരീക്ഷ പാസ്സാവാനോ ഒന്നും ആവരുത്. കാമ്യകർമ്മങ്ങൾ വിട്ട് നിഷ്കാമകർമ്മങ്ങൾ ഭഗവാന്റെ സന്തോഷത്തിനായി ചെയ്തുകൊണ്ടിരിക്കൂ. എത്രത്തോളം ധ്യാനിക്കാമോ ദിവസവും ധ്യാനിക്കൂ. ദുർദേവതകളെ ഒന്നും ധ്യാനിക്കരുത്. പല പേപ്പറിലൊക്കെ ആണ് കുട്ടിച്ചാത്ത സേവ, അതായത് അതിനൊക്കെ ഫലമുണ്ട്. പക്ഷേ നമ്മളതിലേക്ക് ഒരിക്കലും പോകരുത്. മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് എത്രത്തോളം മുക്തമാക്കാമോ മുക്തമാക്കണം. എത്രത്തോളം.
യത് സാരഭൂതം തതുപാസിതവ്യം. സാരമായിട്ടുള്ളത് സത്വഗുണം മാത്രമാണ്. ആ സത്വഗുണം കഴിയുന്നത്ര നേടിയെടുക്കണം. ആ സത്വഗുണം മറ്റ് രണ്ട് ഗുണങ്ങളെയും നശിപ്പിച്ച് ഒടുവിൽ ആ സത്വഗുണവും നശിച്ച് ജീവാത്മാവായ ഞാൻ പരമാത്മാവുമായി ഐക്യം പ്രാപിക്കും. ഉറപ്പിക്കാം.